സമാധാനകാലത്ത് എത്ര വിയർക്കുന്നുവോ യുദ്ധകാലത്ത് അത്രയും കുറച്ച് രക്തം ചീന്തിയാൽ മതി എന്നാണ് പഴമൊഴി. സമാധാനകാലത്തെ തയ്യാറെടുപ്പുകൾ യുദ്ധത്തിൽ വിജയം നേടാൻ വഴിയൊരുക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ആക്രമണം എന്നർത്ഥം വരുന്ന അക്കാൻ എന്ന പരിശീലനം ആരംഭിച്ചു. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അടുത്തുവരാനിരിക്കുന്ന ഏത് വെല്ലുവിളിക്കും തയ്യാറെടുക്കുകയാണ്. റാഫേലും സു-30 ജെറ്റുകളും ഇപ്പോൾ ആകാശത്ത് ഉയർന്നു പറക്കുമ്പോൾ ഇന്ത്യ സജ്ജമാണെന്നാണ് ഇന്ത്യയുടെ സന്ദേശം. അക്കാൻ ഒരു സാധാരണ പരിശീലനമല്ല, യുദ്ധത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള സിമുലേഷനാണ്. കൃത്യമായ ആക്രമണങ്ങൾ, ആകാശ ആധിപത്യം, സംയോജിത യുദ്ധതന്ത്രങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. യുദ്ധവിമാന പൈലറ്റുമാർ സങ്കീർണമായ ദൗത്യങ്ങൾക്കായി പരിശീലനം നേടുന്നു. ദീർഘദൂര ആക്രമണങ്ങൾ, വ്യോമയുദ്ധം, പർവ്വത പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവ ഇതിലൂടെ സാധ്യമാകും. ശത്രുവിൻ്റെ അതിർത്തി ഭേദിച്ച് നിർണായക പ്രഹരം നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ തീവ്രമായ യുദ്ധപരിശീലനത്തിൻ്റെ വേദിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. വ്യോമസേനയുടെ ആക്രമണ വിഭാഗം പൂർണ്ണ സജ്ജമാണ്. ഇത്തരം തീരുമാനങ്ങൾ ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമല്ല. 2019 ഫെബ്രുവരിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പുൽവാമയിൽ സൂയിസൈഡ് ബോംബർ ഒരു കോൺവോയ് ആക്രമിച്ച് 40 ഇന്ത്യൻ സൈനികരെ കൊന്ന സംഭവം. അന്നും നമ്മുടെ രാഷ്ട്രം വിറങ്ങലിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പിന്തുണയുണ്ടെന്ന് തെളിവുകൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതികരണം വേഗമേറിയതും ധീരവുമായിരുന്നു. 12 ദിവസത്തിനുള്ളിൽ മിറാഷ് 2000 ജെറ്റുകൾ പാകിസ്ഥാനിലേക്ക് കടന്ന് ബലാക്കോട്ടിലെ ജെയ്ഷ് ഇ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾ ബോംബിട്ട് തകർത്തു. 21 മിനിറ്റ് മാത്രം നീണ്ട ദൗത്യം 1971 ശേഷം പാകിസ്ഥാൻ മണ്ണിലെ ഇന്ത്യയുടെ ആദ്യ വ്യോമാക്രമണമായിരുന്നു. ഈ ആക്രമണം പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ഇന്ത്യ ഭീകരതയെ ശക്തിയോടെ നേരിടുമെന്ന വ്യക്തമായ ഒരു സന്ദേശവും നൽകി. ബാലാക്കോട്ട് തന്ത്രപരമായ വിജയമായിരുന്നു, എന്നാൽ ചില പോരായ്മകളും അതിൽ വെളിപ്പെടുത്തി. ഇന്റലിജൻസിലെ കാലതാമസം, ദുർബലമായ ആസൂത്രണം, ആധുനിക വ്യോമശക്തിയുടെ ആവശ്യകത എന്നിവയായിരുന്നു പ്രധാന പോരായ്മകൾ. എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ പരിവർത്തനം അത്ഭുതകരമാണ്. പ്രതിരോധ ബജറ്റ് $42 ബില്യൺ നിന്ന് $75 ബില്യൺ ഉയർന്നു. 82% വർധനവാണ് ഉണ്ടായത്. ആധുനികവൽക്കരണം അശ്രാന്തമാണ്. ബാലാക്കോട്ടിൽ ഇല്ലാതിരുന്ന റാഫേൽ ജെറ്റുകൾ ഇപ്പോൾ മുൻനിരയിലാണ്. 150 കിലോമീറ്റർ ദൂരത്ത് ആക്രമിക്കാൻ കഴിയുന്ന മീറ്റിയോർ മിസൈലുകളും 500 കിലോമീറ്റർ ദൂരത്തെ ഭീകര ക്യാമ്പുകളെ തകർക്കാൻ കഴിയുന്ന സ്കാൽപ്പ് മിസൈലുകളും ഇവയ്ക്കുണ്ട്. സു-30 ജെറ്റുകൾ ഇന്ത്യയുടെ സ്വന്തം ആസ്ത്ര മിസൈലും സൂപ്പർസോണിക് ബ്രഹ്മോസും ഉപയോഗിച്ച് നവീകരിച്ചിരിക്കുന്നു. നവീകരണം ഇവിടം കൊണ്ട് തീരുന്നില്ല. അപ്പാഷെ ആക്രമണ ഹെലികോപ്റ്ററുകൾ സേനയിൽ ചേർന്നു. ഗതാഗത വിമാനങ്ങൾ എന്നത്തേക്കാളും ശക്തമാണ്. പ്രതിരോധ രംഗത്ത് 2019 ഇല്ലാതിരുന്ന S-400 വ്യോമപ്രതിരോധ സംവിധാനം ഇപ്പോൾ പൂർണ്ണമായി വിന്യസിച്ചിരിക്കുന്നു. 400 കിലോമീറ്റർ ദൂരത്തെ ഭീഷണികളെ നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ്. ഇതെല്ലാം പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നത്. അതിർത്തി റോഡുകൾ, വ്യോമതാവളങ്ങൾ, ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾ എന്നിവ പരിവർത്തനം നടത്തുകയും ചെയ്തു. ആയുധ നിർമ്മാണം 174% വർദ്ധിച്ചു. സൈന്യവും നാവികസേനയും റോക്കറ്റ് സംവിധാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ എന്നിവ സ്വന്തമാക്കി. ബലാക്കോട്ടിന് ശേഷം ഇന്ത്യയുടെ സമീപനം ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്നതാണ്. തിരിച്ചടിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും സൈന്യത്തിൻ്റെ കൃത്യതയും ശക്തമായി. അക്കാൻ വെറുമൊരു പരിശീലനം മാത്രമല്ല, പാകിസ്ഥാനും അതിനപ്പുറവും ലക്ഷ്യമിട്ടുള്ള ഒരു സൂചനയാണ്. ഭീകരതയ്ക്ക് മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറാണ്. ഇന്ത്യയിൽ ജെറ്റുകൾ ഗർജിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും: യുദ്ധത്തിൽ രക്തം ചിന്താതിരിക്കാൻ രാഷ്ട്രം സമാധാനത്തിൽ വിയർപ്പൊഴുക്കണം.